Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ മോണോക്രോം all-in-one പ്രിന്ററായ എപ്സൺ M205 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് പ്രിന്ററിന്റെ കൂടെ കിട്ടിയ ഡ്രൈവർ CD ഉണ്ടാവും. അപ്പോൾ അത് CD ഡ്രൈവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. Then നമ്മുടെ കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ CD ഡ്രൈവ് ഡിറ്റക്റ്റ് ചെയ്തതായിട്ട് കാണിക്കാം. അവിടെ മൗസ് പോയിന്റുമായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എപ്സൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഫസ്റ്റ് തന്നെ ഇതേപോലെ കാണിക്കുക. അവിടെ അഗ്രി കൊടുക്കുക. ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ആൻഡ് കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താണ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇൻസ്റ്റാൾ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. അപ്പം ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് നടക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കുറച്ച് ലോഡിംഗ് ഉണ്ട്, വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ക് ചാർജ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതേപോലെ ഒരു ഓപ്ഷൻ ചോദിക്കും. അവിടെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടിക്ക് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏത് കണക്ഷനാണ് വേണ്ടതെന്ന് ചോദിക്കും. നമുക്കിപ്പോൾ വേണ്ടത് USB വയർഡ് കണക്ഷനാണ്. ഈ പ്രിൻ്ററിന് വയർലെസ് കണക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കേബിൾ കണക്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇതേപോലെ കണക്റ്റഡ് ആയി എന്നുള്ളൊരു ഓക്കെ ടിക്ക് വരും. അപ്പോൾ ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെഡി ആണോ അല്ലേ നോക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക, ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോവുക. കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് നോക്കിയിട്ട് ഡിവൈസസ് ആൻഡ് പ്രിൻ്റ് ആദ്യം സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു പ്രിവ്യൂ കൊടുത്തു നോക്കാം. ഒരു പേപ്പർ സ്കാനറിൽ ഞാനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് പ്രിവ്യൂ കൊടുത്തു. അപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയാലും ചെറിയൊരു സ്ലോ ഉണ്ടാവും. സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എപ്സൺ സ്കാൻ എന്ന് പറഞ്ഞത്. അത് ഈ CD ഡ്രൈവ് ഇൻസ്റ്റാൾ ആകുമ്പോൾ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. പക്ഷേ ഓൺലൈനായിട്ട് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് സ്കാൻ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യണം. ഇത് നമ്മൾ വെച്ച മാറ്റർ ആണിത്. ഈ നമുക്ക് പ്രിവ്യൂ ഡിസ്പ്ലേയിൽ കാണുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് പേജ് ചെയ്ത് നോക്കാം. അത് പ്രിൻ്റർ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കും. അവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ നോക്കി പ്രിൻ്റർ പ്രോപ്പർട്ടീസ് പോയ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രിൻ്റ് ടെസ്റ്റ് പേജ് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.